ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളത്തിൽ UDF മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം BJP അക്കൗണ്ട് തുറക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ LDFന് ഒരു സീറ്റാണ് തന്നിരിക്കുന്നത്. മാത്രമല്ല BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും 2 മുതൽ 3 വരെ സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട്. ഈ 3 സീറ്റിൽ ഒരു സീറ്റ് തിരുവനന്തപുരവും ഒരു സീറ്റ് തൃശ്ശൂരുമാണ്. എന്നാൽ ഈ 3ാം സീറ്റ് ഏതാണ് എന്ന കാര്യത്തിൽ എക്സിറ്റ് പോൾ നടത്തിയവർക്ക് തന്നെ സംശയമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിന് പത്തനംതിട്ടയാണോ അതോ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങിലാണോ എന്നൊക്കെ പലരും ചോദിച്ചു. ഒടുവിൽ ആ മണ്ഡലവും കിട്ടി. ആറ്റിങ്ങിലാണ് ആ 3ാം മണ്ഡലം. അതായത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത്തവണ BJP ജയിക്കുമെന്ന്. ഇത് കേൾക്കുന്ന ആറ്റിങ്ങൽക്കാരുടെ കാര്യം വിട്, അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല. 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥികളെയും അന്ന് പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ വിജയിപ്പിച്ചിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ പോളിനെയും കാണാനില്ല, പോളിൻ്റെ പിതാവിനെയും കാണാനില്ല. അങ്ങനെയുള്ള ഈ നാട്ടിൽ ഇത്തവണ BJP ജയിക്കും എന്ന് പറഞ്ഞാലും ജനങ്ങൾ ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കും. അല്ല, ചിരിക്കാതെ ഇപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ സത്യം അങ്ങനെയാണോ? തിരുവനന്തപുരവും തൃശ്ശൂരും BJPക്ക് കുറച്ചെങ്കിലും സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. പ്രത്യേകിച്ചും തിരുവനന്തപുരം. കാരണം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നേമം നിയമസഭാ മണ്ഡലത്തിലാണ് കേരളത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്നത് 2016. ആ അക്കൗണ്ടിന് 5 വർഷ കാലാവധി ഉണ്ടായിരുന്നു. 2021 അക്കൗണ്ട് ക്ലോസ് ചെയ്തു. എങ്കിലും ഇപ്പോഴും പ്രസ്തുത അക്കൗണ്ടിൻ്റെ പൊട്ടും പൊടിയുമൊക്കെ മണ്ഡലത്തിൽ അവിടെ ചിതറിക്കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം സാഹചര്യം അതാണ്. തൃശ്ശൂർ പക്ഷേ അങ്ങനെയല്ല. തുറക്കും എന്നൊക്കെ പറയും. അവസാനം സമയമാകുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അതാണ് അവിടുത്തെ രീതി. പക്ഷേ എത്രയൊക്കെ ചിന്തിച്ചിട്ടും ഈ ആറ്റിങ്ങൽ എങ്ങനെ ഇതിനകത്ത് കയറി വന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഒന്ന്, ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി V മുരളീധരനാണ്, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്. കേന്ദ്രത്തിൽ മോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ BJP പ്രവർത്തകർ ഫാൻസായിട്ടുള്ളത് തനിക്കാണെന്ന് സ്വയം വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അത്രമാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ യാതൊരു നിശ്ചയവും അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. ഉദാഹരണത്തിന് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ എണ്ണ വിലയെക്കുറിച്ചൊരു വിശദീകരണം പുള്ളി നടത്തിയിരുന്നല്ലോ. ഏകദേശം ആ ടൈപ്പ് തന്നെയാണ് മുഴുവൻ സംസാരവും പ്രവൃത്തിയും. അന്ന് ആ സംസാരം നടന്നപ്പോൾ തൊട്ടുപിറകിൽ നിന്ന് VV രാജേഷിൻ്റെ മുഖം ഓർമ്മയില്ലേ? ഏകദേശം അങ്ങനെ തന്നെയാണ് മുരളീധരനെ കേൾക്കുന്ന കേരളീയരുടെ മുഖവും. ഈ മുരളീധരൻജിയെക്കുറിച്ചാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മറ്റൊരു BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ ആരോപണവുമായി രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ 4 BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുരളീധരൻ ശ്രമിച്ചു എന്നായിരുന്നു ആ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് മേൽക്കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, പത്തനംതിട്ട അനിൽ ആന്റണി, ആലപ്പുഴ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ, തൃശ്ശൂർ സുരേഷ് ഗോപി എന്നിവർ ജയിക്കരുത് എന്ന് V മുരളീധരൻ തീരുമാനിച്ചു എന്നാണ് ആരോപണം. ആരോപണം ശരിയോ തെറ്റോ എന്നറിയില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ BJPയിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർക്ക് മുരളീധരനോട് അനിഷ്ടമുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയും വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്ത മണ്ഡലമായ ആറ്റിങ്ങലിനെ ഹൈജാക്ക് ചെയ്ത് അവിടെ വന്ന് മത്സരിച്ച് ഉള്ള വിജയപ്രതീക്ഷയും കളഞ്ഞ മുരളീധരനെതിരെ വലിയ അമർഷമുണ്ട്. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ BJPക്ക് അനുകൂലമായേനെ എന്ന് കരുതുന്ന BJP പ്രവർത്തകരുമുണ്ട്. മറ്റാരെങ്കിലുമാണ് ആറ്റിങ്ങലിൽ മത്സരിച്ചതെങ്കിൽ, അവർ ജയിക്കുമെന്നാണ് എക്സിറ്റ് പോളിൽ പറഞ്ഞതെങ്കിൽ ഫലം വരുന്നത് വരെ സമ്മതിക്കാമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആറ്റിങ്ങൽ മണ്ഡലം BJPക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ വിട്, കടുത്ത BJP പ്രവർത്തകർ പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം BJP പ്രവർത്തകരുടെ വോട്ട് പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ LDF വലിയ രീതിയിലുള്ള മേധാവിത്വം പുലർത്തിയിരുന്നല്ലോ. അതന്നല്ലേ എന്ന് പറയുമായിരിക്കും. ശരി, അതുകൊണ്ട് അത് കണക്കാക്കണ്ട. എന്നാലും മണ്ഡലത്തിലെ പൾസറിയണ്ടേ? V മുരളീധരൻ ആറ്റിങ്ങിൽ ജയിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേ നടത്തിയത് മേശമേൽ ഭൂപടം നിവർത്തി വച്ചിട്ടാണോ എന്ന് സംശയമുണ്ട്. ഇനി ആറ്റിങ്ങിലല്ല പത്തനംതിട്ടയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാലും ഏകദേശം ഇതൊക്കെ തന്നെ കാര്യം. കാരണങ്ങൾ മാത്രം ചെറുതായിട്ടൊന്ന് മാറുമെന്നേയുള്ളൂ. കഴിഞ്ഞ ദിവസം കോളംസ്റ്റിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ചില എക്സിറ്റ് പോളുകൾ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന്. വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുമായി സംസാരിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണല്ലോ എക്സിറ്റ് പോൾ ഫലം.
അങ്ങനെ പണിയെടുത്ത എക്സിറ്റ് പോളുകൾ ശരിയാകാറുണ്ട്. പോളിംഗ് ബൂത്തിലേക്ക് 1 മണിക്കൂറിനുള്ളിൽ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഏകദേശം കുറേയേറെ വിവരങ്ങൾ ലഭിക്കും. ആ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഫലം പ്രവചിച്ചാൽ ഒരുപക്ഷെ അത് ശരിയായി മാറുകയും ചെയ്യും. ഇതിൽ പ്രധാന കാര്യം എന്തെന്നാൽ വോട്ടർമാരെ നേരിട്ട് കാണണം എന്നുള്ളതാണ്. എന്നാൽ വോട്ടർമാരെ കാണാതെ എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിച്ചാൽ ഏകദേശം ഇങ്ങനെയിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം.